നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പാലക്കാട്, ചേലക്കര, വയനാട് വോട്ടെണ്ണൽ നാളെയാണ്. ആവേശകരമായ പ്രചാരണ കാലം കടന്ന് രേഖപ്പെടുത്തപ്പെട്ട ജനവിധി എന്താണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട്ടെ ഫലമെന്താകുമെന്ന ആകാംക്ഷ വളരെ കൂടുതലാണ്. പ്രചാരണത്തിൽ വാനോളമായിരുന്നു രാഷ്ട്രീയ ആവേശം. പക്ഷേ പോളിംഗിൽ സംഭവിച്ച പാലക്കാട്ടെ കുറവ് മുന്നണികളുടെ കണക്കുകൂട്ടലുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അപ്രസക്തമാകുമെന്ന് ഉറപ്പായ സാഹചര്യമാണ് പാലക്കാട്ടുള്ളത്. ജനവിധിയിലെ ശ്രദ്ധാകേന്ദ്രം പാലക്കാട് തന്നെയാണ്. ചേലക്കരയുടെ ജനമനസ് ഇടത്തേക്ക് തന്നെയോ എന്നും നാളെ അറിയാം. വയനാടിൻ്റെ പ്രശ്നങ്ങൾ ജനവിധിയിൽ പ്രതിഫലിച്ചത് എങ്ങനെയെന്നും അറിയാം. മുന്നണികളുടെ ആത്മവിശ്വാസവും കണക്കുകൂട്ടലുകളുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് നിതിൻ കണിച്ചേരി, CPIM, അനൂപ് VR, കോൺഗ്രസ്, പ്രിന്റു മഹാദേവ്, BJP. ഞാൻ UDF പ്രതിനിധിയിൽ നിന്ന് അനൂപിൽ നിന്ന് തുടങ്ങാം. പ്രിന്റു ഉണ്ട്. നിതിൻ കണിച്ചേരി ചർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെ അനൂപ്, പിരായിരിലെ ഇപ്പോൾ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ടാണ്. പിരായിരി പഞ്ചായത്ത് അവിടുത്തെ UDFന് വലിയ പ്രതീക്ഷയുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 2021 ഇ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ കിട്ടിയ 6000-ൽ പരം വോട്ടിൻ്റെ ലീഡാണ് ഇ ശ്രീധരനെ തോൽപ്പിക്കുന്നതിൽ ഷാഫിക്ക് മുതൽക്കൂട്ടായി മാറിയത്. നഗരസഭയിൽ 6000-ൽ പരമായിരുന്നു ഇ ശ്രീധരൻ്റെ ലീഡ്. അതിനെ ടാലി ചെയ്ത് മറികടന്നു പോകുന്നതിന് വലിയ സംഭാവന നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ അവിടെ ഉണ്ടായിട്ടുള്ള പോളിംഗിലെ കുറവ്, അതുപോലെ തന്നെ ഇടതു വോട്ടുകൾ 2021 അധികമായി ഇപ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവരുടെ പ്രചാരണത്തിലൂടെ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ തന്നെ ഇടതുപക്ഷത്തേക്ക് കൂടി സരിനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ പിരായിരി നിങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നില്ല? ഇപ്പോൾ പരസ്യമായി പറയുമ്പോൾ അതുണ്ടാവില്ല എന്നറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിനെ ഏത് നിലയിലാണ് വസ്തുനിഷ്ഠമായി യുക്തിസഹമായി അനൂപിന് മറികടക്കാനാവുക? പിരായിരിയിൽ ഈ പറയുന്നത്ര വലിയ കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവിടെ നിന്ന് പറയുന്നത് അത്ര വലിയൊരു കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് കിട്ടേണ്ട എല്ലാ വോട്ടുകളും പോൾ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തീർച്ചയായും ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയാണല്ലോ ഇവിടെ BJPയുടെ ഏറ്റവും വലിയ ശക്തിയായി പറയുന്നത്. നഗരസഭയിൽ പോലും പാലക്കാട് നഗരസഭ BJPക്കാണ് എന്ന് പറയുമ്പോഴും അവിടെ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ വൻതോതിൽ വോട്ടിംഗ് ശതമാനം ഉയരുകയും എല്ലാ വോട്ടുകളും കോൺഗ്രസ് പോൾ ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ മത്സരിപ്പിക്കുമ്പോൾ പോലും അങ്ങനെ കാര്യമായി പ്രവർത്തനമൊന്നുമില്ലാതെ ബൂത്തിൽ ഏജന്റ് പോലും ഇരിക്കാൻ സാധ്യമല്ലാതിരുന്ന പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും പ്രവർത്തനം നടത്തുകയും അങ്ങനെ വോട്ടർമാരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കൃത്യമായ വിലയിരുത്തൽ. അത് പറയുമ്പോഴും നഗരസഭയെ സംബന്ധിച്ച് ഏത് നിലയ്ക്കത് പറയാനാകും? ഇപ്പോൾ വന്നിട്ടുള്ള പോളിംഗ് ശതമാനത്തിലെ കുറവ് BJPക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയാൻ കഴിയും. മൂത്തോന്തറയിലൊക്കെ അവർക്ക് ചില ബൂത്തുകളിലൊക്കെ 82% വോട്ട് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ സ്വാധീനം ഉള്ള മേഖലകളിൽ. എന്നാൽ അതേസമയം തന്നെ ലീഡ് നേടിയ പല ബൂത്തുകളിലും ഇത്തവണ പോളിംഗ് നഗരത്തിൽ കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവിടെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം വന്നു. അവിടെ 2021 ശക്തമായ വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ഇടതുപക്ഷവും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായ സാഹചര്യത്തിൽ നമുക്ക് കുറേ കൂടി വസ്തുനിഷ്ഠമായി സംസാരിക്കാവുന്നത് കൂടിയാണ്. അവകാശവാദങ്ങൾക്ക് വലിയ കഥയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അനുപ് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അങ്ങനെ ആ ഒരു നഗരസഭയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടി നോക്കിയാൽ എവിടെ, മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ ഷാഫിയല്ല മത്സരിക്കുന്നത്, രാഹുലാണ് മത്സരിക്കുന്നത്. ഷാഫിയോട് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക താല്പര്യം ഷാഫിക്ക് വേണ്ടി രാഹുലിൻ്റെ കാര്യത്തിൽ നഗരത്തിന് അത്രമേലുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ അവിടെ മാത്രമല്ല, അപ്പുറത്ത് കൃഷ്ണകുമാറിനെ നോക്കൂ. കൃഷ്ണകുമാർ ആ നഗരത്തിന് കുറേ കൂടി പരിചിതനായ ആളാണ്. അപ്പുറത്ത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, സിവിൽ സർവീസ് പശ്ചാത്തലം, ഈ ശ്രീധരന് കിട്ടിയ ആ ഒരു സ്വീകാര്യതയുടെ ഒരു എലമെൻറ്റ്, ഒരു ഫാക്ടർ ഒരുപക്ഷെ സരിനും കിട്ടിയേക്കാം. അങ്ങനെയുള്ളൊരു നഗര മേഖലയിലേക്ക് എങ്ങനെയാണ് അധികമായി UDFന് കടന്നു വരാനാവുക എന്നൊരു ചോദ്യം കൂടിയില്ലേ? മറുഭാഗത്ത് പിരായിരി പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ പ്രതീക്ഷകളൊക്കെ പറഞ്ഞു, പക്ഷേ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അവിടെയും ശക്തമായി ഇടതുപക്ഷം വന്നിട്ടുണ്ട്. ഇടതു വോട്ടുകൾ 21 സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി ഇടതുപക്ഷത്തേക്ക് പോകാം
എന്ന സാഹചര്യം പിരായിരിൽ നിൽക്കുമ്പോൾ നഗരത്തിൽ നിങ്ങൾക്കൊരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധമുള്ള ശക്തമായ ഒരു പ്രതിരോധം അത് BJP-യുടെ ഭാഗത്തു നിന്നാവട്ടെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാവട്ടെ നഗരത്തിലും വന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തുടക്കത്തിൽ സൃഷ്ടിക്കാൻ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ അന്ന് കോൺഗ്രസ് ഡിഫൻസിലാകുന്ന തരത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ സരിൻ ഉന്നയിക്കുകയും അതിന് കോൺഗ്രസ് മറുപടി പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യ ഭാഗം. പക്ഷെ അവസാന പകുതിയിൽ എത്തുമ്പോഴേക്കും ആളുകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി BJP ജയിക്കാതിരിക്കണമെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, അത് സ്വാഭാവികമായും കോൺഗ്രസിനാണ് എന്നുള്ള തിരിച്ചറിവ് പോളിംഗിൻ്റെ തലേ ദിവസവും പോളിംഗ് ദിവസവും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉറച്ച വിശ്വാസം. പ്രത്യേകിച്ചും കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഒരു ശരാശരി സെക്യുലർ വോട്ടറെ സംബന്ധിച്ച് BJP വരാതിരിക്കുക എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നതിനേക്കാൾ സ്വാഭാവികമായും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവിടെ ചിഹ്നം പോലും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ചെയ്യുന്ന അനൂപ് പറഞ്ഞു വെക്കുന്ന ഒരു ഘടകം 2021 ഈ BJP പേടിയാണ് UDF വലിയ തോതിൽ അവിടെ മുതൽക്കൂട്ടാക്കി മാറ്റിയത്, വോട്ട് സമാഹരിക്കുന്നതിന് സഹായകരമായി മാറിയിട്ടുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. BJP ശ്രീധരൻ ജയിക്കരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP ജയിക്കുമെന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഇവിടെ 24-ൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതേ മട്ടിൽ തന്നെ അതേ കാർഡ് ഇറക്കി കളിച്ചാൽ അതേ മട്ടിൽ തന്നെ ഇടതനുഭാവ വോട്ടുകൾ ഇക്കുറിയും തങ്ങൾക്കൊപ്പം വരും എന്ന് പറയുന്ന ഒരു പഴയ കണക്കുകൂട്ടലല്ലേ ഇത്തവണ 21-ൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമോ സ്ഥാനാർത്ഥിത്വമോ ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഇടതു വോട്ടർമാരുടെ ആത്മവിശ്വാസമോ മറ്റൊന്നായിരുന്നില്ല. അപ്പോൾ അനൂപ് പറഞ്ഞ ലെവലിൽ അത് ഹിറ്റ് ചെയ്യുമോ 21-ലെ പോലെ 24-ൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് ഇവിടെ കോൺഗ്രസ്സിന് നേരെ സ്ഥിരമായി നടത്തി വന്ന വിമർശനങ്ങളുമൊക്കെ അങ്ങനെ CPM കൂടി മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രമോദിൻ്റെ സ്ഥാനാർത്ഥി അപേക്ഷിച്ചെന്ന് പ്രതീതി തുടക്കത്തിലുണ്ടാക്കാൻ LDF കേന്ദ്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവസാനമാവുമ്പോഴേക്കും ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആളുകൾ എത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നാളെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഇതിൽ തർക്കമില്ല, ഇന്നത്തെ ചർച്ചയ്ക്ക് തർക്കമില്ല. നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകർ, ഞാൻ 3 പേരോടും എനിക്ക് പറയാനുള്ളത്, 3 പേർ നമ്മളിപ്പോൾ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിലൊക്കെ ചോദിക്കും എന്താകും റിസൾട്ട് എന്താകും എന്ന് പറയുന്ന ആളുകളുടെ ഒരു ആകാംക്ഷയുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനം പോളിംഗ് ആണ്, പോളിംഗിലെ പെർസെൻറ്റേജ് ആണ്, അതിൽ വന്ന ഓരോ പ്രദേശത്തെ സംബന്ധിച്ച ഇതുവരെ വന്നിട്ടുള്ള കണക്കൂട്ടലാണ്, അതിൽ നിങ്ങൾ മുന്നണികൾ എങ്ങനെ കാണുന്നു എന്നൊക്കെ പറയാനുള്ള ആളുകളുടെ ഒരു താല്പര്യത്തെ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ രാത്രിക്ക് ഈ കണക്കൂട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ സ്പേസ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ. നാളെ ഇതിന് യാതൊരു തരത്തിലും മുന്നോട്ട് പോക്കുണ്ടാകാത്തൊരു ചർച്ചയാണെന്നുള്ള നല്ല ധാരണയോടെയാണ് അനൂപ് നിങ്ങൾ 3 പേരും ഞാനും തമ്മിൽ സംസാരിക്കുന്നത്. അതാ ഇപ്പോൾ നിതിൻ വന്നിട്ടുണ്ട്, പ്രിൻറ്റുവിനെയും എനിക്ക് സ്ക്രീനിൽ കാണാം. നിതിൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ സരിൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ വലിയ കണക്കൂട്ടലൊക്കെ കൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം കുറച്ചാൽ ഒരു 1,35,000 വോട്ട് 1,35,000 വോട്ടാണ് ആകെ വരിക. ആ വോട്ടാണ് 3 മുന്നണികളുമായി വീതിക്കേണ്ടി വരിക. അപ്പോൾ അതായത് ഓൺ ആൻ ആവറേജ് 45,000 എന്നുള്ളതാണ് ഒരു പോരാട്ടത്തിൽ ത്രികോണ മത്സരത്തിൽ വേണ്ട ഒരു ഫിഗർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കയറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ CPIM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ കണക്കുകളിൽ കണ്ടിട്ടുള്ളൊരു ബേസ് വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പരമാവധി 40,000 എന്ന നിലയിലാണ്. പക്ഷേ നിങ്ങളിപ്പോൾ കണക്കുകൂട്ടി നോക്കിയിട്ട് ജയത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കണക്കുകൂട്ടൽ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുമോ നിതിൻ? റിസൾട്ടിലേക്ക് ഇനി ഒരു രാത്രിയുടെ ദൂരം മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഞങ്ങളുടെ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നതും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ 2021-ലെ തിരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനെ പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് BJP നേടിയ വോട്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയില്ല എന്ന് എല്ലാവരും കാര്യമാണ്. രണ്ടാമത് ശ്രീധരൻ അതെ
നോക്കൂ, ആ തെരഞ്ഞെടുപ്പിൽ 50,000-ത്തിലധികം വോട്ട് നേടിയ BJP നിലവിൽ മത്സരിക്കുന്ന നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടുകൾ ഏതാണ്ട് 7,000-ത്തിലധികം കുറയുന്ന നിലയാണ് ഉണ്ടായത്. വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം, പൊതുവിൽ ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആണ്. എന്നിട്ട് പോലും 43,072 എന്ന വോട്ടിലേക്ക് ചുരുങ്ങുകയാണ് BJPയെ സംബന്ധിച്ചുണ്ടായത്. കോൺഗ്രസിലാണെങ്കിൽ കഴിഞ്ഞ തവണ BJPക്ക് ജയമുണ്ടായേക്കുമോ എന്ന ഭയത്തിൽ മതനിരപേക്ഷമായ ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ എല്ലാം വോട്ട് കോൺഗ്രസിലേക്ക്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലേക്ക് BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ടാവും. ആ വോട്ട് ഇപ്രാവശ്യം എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ രാഹുലിനും കിട്ടുമെന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളും അത് കരുതുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ 21-ലെ ആ ഒരു ഫിയർ ഫാക്ടർ കൂടി ചേർത്ത് ഷാഫി എന്ന് നേടിയത് 54,079 ശ്രീധരൻ നേടിയത് 50,220. ആ മാർജിനാണ് അവിടെ വന്നിട്ടുള്ളത്. അന്ന് LDF നേടിയിട്ടുള്ളത് 36,433 വോട്ടുകളാണ്. അതാണ് ഞാൻ പറഞ്ഞ ബേസ് വോട്ട് എന്ന് പറയുന്നത്. 36-നും അപ്പുറം ഇടതുമുന്നണി കാണുന്നത് എത്രയാണ്? 40 ആണോ? 40-ൽ നിന്നും 45,000 കടന്ന് മുകളിലോട്ട് പോകുന്നൊരു ഘട്ടം. സ്വാഭാവികമായും അങ്ങനെ വന്നാൽ, ഇടതുമുന്നണിയുടെ കണക്കൂട്ടൽ അങ്ങനെ പോയാൽ, മറുഭാഗത്ത് BJPയുടെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വോട്ടുകളിൽ കുറവും സംഭവിക്കും. ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കണക്ക് ശാസ്ത്രം പോകുന്നത്. ആ നിലയ്ക്കൊരു സാധ്യത അവസാന കണക്കൂട്ടലുകളിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. LDFന് ഈ മണ്ഡലത്തിൽ ഒരു 40,000-ത്തോളം വോട്ട് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും കിട്ടുന്ന, പാലക്കാട് നഗരസഭയിൽ നോക്കിയാൽ ഏതാണ്ട് ഒരു 20,000-ത്തോളം, ഒരു 18,000-ന് മുകളിലുള്ള വോട്ട് പാലക്കാട് നഗരസഭയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിനകത്ത് ഒരു 7,000-ത്തോളം വോട്ടുകളുണ്ട്. ഏതാണ്ട് 9,000-ന് മുകളിൽ വോട്ട് മാത്തൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലുമുണ്ട്. അപ്പോൾ ഒരു 40,000-ന് മുകളിലുള്ള വോട്ട് LDFന് അടിസ്ഥാനപരമായി തന്നെ ഏതു സാഹചര്യത്തിലും ലഭിക്കാവുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ട് കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുന്നതിന് ഞങ്ങളുടെ സംഘടനാ മിഷണറിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം ഈ പാലക്കാട് 2 സ്ഥാനാർത്ഥികൾക്കിടയിലും, കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി വലിയ അസംതൃപ്തി അവരുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, സ്ഥിരമായി അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ വോട്ടുകളും ഇടതുപക്ഷത്തേക്കാണ് ഇപ്രാവശ്യം വരിക. ഒരു ചോദ്യം കൂടി സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ നിതിനോട് തന്നെയാണ്. നിതിൻ ഈ പറഞ്ഞത് ആ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിതിൻ ഈ പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ, നേരത്തെ അനൂപ് പറഞ്ഞൊരു കാര്യം, ഒരു സത്യം അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അപ്രതീക്ഷിതമായി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അതോടുകൂടി കോൺഗ്രസിനകത്ത് ഉള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ യാഥാർത്ഥ്യമാകുന്നു, കുറേ ആളുകൾ ഇറങ്ങിപ്പോരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വന്നപ്പോഴേക്ക് 2021-ലെ പോലെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് UDFന് വോട്ട് ചെയ്യണമെന്നൊരവസ്ഥയിലേക്ക് പാലക്കാട് മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാൻ ഈ കണക്കുകൾ ഇന്നത്തെ ദിവസമായതുകൊണ്ട് പ്രാധാന്യമുള്ളതുകൊണ്ട്, 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ 44,086 LDFിൻ്റെ വോട്ട്. 2020-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 44,438. 2021-ലെ സാഹചര്യം അറിയാം. BJPക്കെതിരെ ശ്രീധരൻ വന്നപ്പോൾ BJPയെ തോൽപ്പിക്കാൻ UDF എന്ന് പറയുന്ന ക്യാമ്പയിൻ രൂപപ്പെട്ടപ്പോൾ ഈ 44,000 വരെയൊക്കെ പോയ അവിടുത്തെ വോട്ട് ഷെയർ 36,433 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യം ഒരു ഉപതെരഞ്ഞെടുപ്പിലില്ല എന്നുള്ളതൊരു വസ്തുത. അത് UDFും അംഗീകരിക്കും, BJPയും അംഗീകരിക്കും. അവിടെ ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ വിഷയമായ പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ അതൃപ്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സരിൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ അധികമായി വോട്ട് വരണ്ടേ? അങ്ങനെ കൂടി വന്നാലല്ലേ ഒരു വിജയത്തിലേക്ക് ഇടതുമുന്നണിക്ക് പോകാനാകൂ. അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? അങ്ങനെ ഒരു പ്രതീക്ഷയും കണക്കൂട്ടലും ഇടതുമുന്നണിക്കുണ്ടോ? നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം ഒരു പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സ്വതന്ത്രനായി സരിനെ മത്സരിപ്പിക്കുന്നതിന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും അസംതൃപ്തമായ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ട് സരിനിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരിക. നിങ്ങൾ നോക്കൂ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 43,000-44,000 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമാഹരിക്കാവുന്ന വോട്ടുകളായി തന്നെ പാലക്കാട് ഈ മണ്ഡലത്തിനകത്തുണ്ട്. അതിനു പുറമെ ഏതാണ്ട് ഒരു 2,500 വോട്ട് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ പോലും 47-48 എന്ന ഫിഗറിലേക്ക് ഇടതുപക്ഷത്തിന് വോട്ടിംഗ് നില ഉയർത്താൻ വേണ്ടി കഴിയും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. മാത്രമല്ല BJPക്ക് ഇവിടെ സംഭവിക്കാൻ വേണ്ടി ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. ആ കണ്ണാടി പഞ്ചായത്തിലൊക്കെ BJPക്ക് കഴിഞ്ഞ തവണ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ
കിട്ടാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി BJPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നിന്ന് അല്ലെങ്കിൽ ബൂത്തുകളിൽ നിന്ന് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വോട്ടുകളിൽ വലിയ കുറവുണ്ടാവും. പാലക്കാട് നഗരത്തിൽ വലിയ പ്രതിഷേധമാണ് BJPയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും ഇതെല്ലാം വരുമ്പോൾ പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സരിന് ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ വിജയപ്രതീക്ഷ പങ്കുവെച്ച BJPയുടെയും കോൺഗ്രസിൻ്റെയും സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് അവരുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ പോലും BJPക്ക് ഈ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ഏതാണ്ട് 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അതിന് പുറമെ പ്രായിരി, മാത്തൂര്, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും വലിയ ചെറിയ മാർജിൻ മാത്രം 1ാം സ്ഥാനത്തുള്ളവരുമായി വെച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റണം. ഒരിക്കലും സാധ്യതയില്ലാത്തതാണ്. കണ്ണാടി, മാത്തൂർ, പ്രായിരി പഞ്ചായത്തുകളിൽ അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കില്ല എന്ന് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏത് നിലയിലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ BJP ജയിക്കും എന്ന വാദത്തെ തൽക്കാലം അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നാൽ പോലും കോൺഗ്രസിൻ്റെ 10,000 - 14,000 വോട്ട് കുറയുന്ന സാഹചര്യം ഇപ്പോൾ തൃശ്ശൂരൊക്കെ തൃശ്ശൂരിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ K മുരളീധരൻ 86,000 വോട്ട് കുറഞ്ഞപ്പോൾ അത്രയും വോട്ടുകൾക്ക് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചതുപോലെയുള്ള സാഹചര്യം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാകണം. അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം അവസാന ചിത്രം വന്നെത്താൻ വേണ്ടി പോകുന്നത് LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്കാണ് എന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. പ്രിൻറ്റു, ഇപ്പോൾ 2021 ഏറ്റവും മികച്ച പ്രകടനം അവിടെ ഈ ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ BJP കാഴ്ചവെച്ചത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഏറ്റവും അധികം വോട്ടും ലീഡും കിട്ടാവുന്ന, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 കിട്ടിയ ആ ലീഡ് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,000-ൽ പരം വോട്ടിൻ്റെ ലീഡാണെന്ന് BJP നഗരസഭയിൽ നേടിയത്. ഇപ്പോൾ നിതിൻ പറഞ്ഞതുപോലെ ഈ 6,000-ൻ്റെ ലീഡ് കൊണ്ടും നിങ്ങൾക്ക് അത്ര ലീഡ്, ഈ ശ്രീധരൻ പിടിച്ച ലീഡ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്കൊരു ജയത്തിലേക്ക് പോകാനേ കഴിയില്ല. കാരണം നിങ്ങൾക്ക് പ്രതിബന്ധമായി മറ്റു പഞ്ചായത്തുകൾ നിൽക്കുന്നു. മാത്രവുമല്ല അവിടെയൊക്കെ നിങ്ങളുടെ വോട്ടുകൾ ബൂത്തിലേക്ക് വരുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. അതെന്തുമായിട്ട് നമുക്കത് അടുത്ത റൗണ്ടിൽ നോക്കാം. പക്ഷേ നഗരമേഖലയിൽ ഈ പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നത് തന്നെയല്ലേ നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രതീക്ഷകളെ ഏറ്റവും അധികം തടസ്സപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം? ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അവസാന വാക്കിനകത്ത് കൃത്യമായിട്ട് നിതിൻ പറഞ്ഞു എങ്ങനെയാണ് BJP വിജയിക്കാൻ പോകുന്നതെന്നും അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാപ്സൂളാണ് പറയേണ്ടതെന്നുള്ള കാര്യം വരെ കൃത്യമായിട്ട് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് സാർ. നമ്മളിപ്പോ നാളെ കൃത്യമായിട്ട് നമുക്കറിയാം ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള പിക്ചർ നമ്മുടെ മുമ്പിൽ വരും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത അതേ പ്ലാനിംഗ് ആണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് അറിയാലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് വരേണ്ട മേഖല എന്ന് പാലക്കാട് നഗരസഭയാണ്. ആ പാലക്കാട് നഗരസഭയിൽ ഞങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ച വോട്ടുകൾ മുഴുവൻ BJPക്ക് അനുകൂലമായി പെട്ടിയിലാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ ശ്രീധരന്റെ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ 34,143 വോട്ട് എന്നുള്ളത് 37,000 to 39,000 ഇത്ര വോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ്. ആ ടാർഗറ്റ് വളരെ സക്സസ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ നിർവഹിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഞങ്ങൾ ഉദ്ദേശിച്ച കാരണം നോക്കൂ, ആകെ 108ഓളം നമ്മുടെ നഗരസഭയ്ക്കുള്ള 104ഓളം ബൂത്തുകളിൽ അകത്ത് BJP 80% കൂടുതൽ 1000-ലധികം വോട്ടിംഗ് നടന്നിട്ടുള്ളത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അല്ല, തിരിച്ചുകൊണ്ട് ഇപ്പോൾ മൂത്തോന്തറയിലൊക്കെ ഈ പറഞ്ഞതുപോലെ പോളിംഗ് നടന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ലീഡ് കിട്ടിയ 10-ലധികം ബൂത്തുകളിൽ പോളിംഗ് അതുപോലെ കുറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോഴും ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കിട്ടിയ ഒരു 6,000 എന്നതുപോലും നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സേഫായിട്ടുള്ള ലീഡല്ല നഗരസഭയെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇരിക്കുക ഇപ്പോൾ നോക്കൂ, അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി സാർ താങ്കളോട് തന്നെയാണ്. അതേസമയം തന്നെ ഇതേ കൃഷ്ണകുമാർ മോദി ഫാക്ടർ കൂടി ചേർന്ന എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കൂട്ടായി മോദി ഫാക്ടർ എന്ന് പറയുന്ന, ഞാൻ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നമ്മൾ പോവല്ല എങ്കിലും പറയുകയാണ്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണത്തിലേക്ക് മോദി 3ാം വട്ടവും വരുന്നു എന്ന് പറയുന്ന BJPയുടെ ആ ഒരു ക്യാമ്പയിൻ്റെ സപ്പോർട്ടോടുകൂടി ഇതേ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തന്നെ മുമ്പ് ശ്രീധരൻ പിടിച്ച 50,220 നിന്ന് 43,072 ചുരുങ്ങി. മുമ്പ് നിതിൻ പറഞ്ഞത് ഞാൻ കണക്കുകൾ സൂചിപ്പിക്കും, കണക്കുകളാണ് ഇതിനകത്ത്, രാഷ്ട്രീയ അവകാശവാദങ്ങളോ ആ തർക്കങ്ങളോ അല്ല. അപ്പോൾ അവിടെ തന്നെ അത് പ്രതിഫലിച്ചു.
ഞാൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും ശ്രീധരൻ പിടിച്ച 21 വോട്ട് നിലനിർത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണോ 24 ഉപതെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കും. അല്ല, പാർലമെന്റിലെ പാറ്റേണും നിയമസഭയുടെ പാറ്റേണും ഒരു സ്ഥലത്തും അല്ല, അതെ, ആ പാറ്റേണിന്റെ തടസ്സവും തിരിച്ചടിയും പാറ്റേണിന്റെ പ്രശ്നവും നിങ്ങൾക്ക് മുമ്പിലില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെയോ അല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയോ ഒക്കെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് താരതമ്യം ചെയ്യാം. ഈ ഒരു പാറ്റേൺ ഒരു സ്ഥലത്തും കൃത്യമായിട്ടും നടന്നിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഞാനും അത് തന്നെയാ പറഞ്ഞത്. അതായത് ലോക്സഭയിൽ ഇതേ സ്ഥാനാർത്ഥിക്ക് മോദി ഫാക്ടർ അടക്കം BJP മുന്നോട്ട് വെച്ച് വോട്ട് തേടുമ്പോൾ കിട്ടിയത് 43,000 വോട്ടാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അതൃപ്തി പാർട്ടിക്കകത്തുണ്ട് എന്ന പ്രശ്നം വാർത്തകളിലും മറ്റും പ്രതിഫലിച്ചത് നിൽക്കുന്നു. നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇതെല്ലാം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നും താഴോട്ട് പോകാനല്ലേ സാധ്യത? ഒരിക്കലുമില്ല സാർ. ഇപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മാത്തൂർ ആയിക്കോട്ടെ, ബിരാരി ആയിക്കോട്ടെ, കണ്ണാടി ആയിക്കോട്ടെ, BJPയുടെ വലിയ രീതിയിലുള്ള വോട്ട് പാറ്റേണിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായിട്ടില്ല. പിന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും വോട്ടിംഗ് പാറ്റേൺ രണ്ടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിരായിരിലും മാത്തൂരിലും കണ്ണാടിയിലും BJP എത്രയാണോ കഴിഞ്ഞ ഈ ശ്രീധരൻ സാറുടെ സമയത്ത് പിടിച്ച വോട്ടുകൾ, ആ വോട്ടുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കകത്ത് പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള 5% BJPക്ക് അനുകൂലമായി വന്ന വോട്ടുകളാണ്. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് ഞങ്ങൾ കുറവ് നിങ്ങളെ ബാധിക്കില്ലേ? ആ കുറവ് 6,000 നിലനിർത്തുകയും വേണം, അവിടുന്ന് കൂടുതൽ സമാഹരിക്കുകയും വേണം. എന്നാൽ പോളിംഗ് ഒട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ പറഞ്ഞു 10-ലധികം നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ലീഡ് കിട്ടിയ ബൂത്തുകളിൽ പോളിംഗ് കുറഞ്ഞിട്ടുമുണ്ട്. അതെങ്ങനെ ഒത്തുപോകും? അല്ല, പോളിംഗ് ബൂത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞ സാർ 71ാമത്തെ ബൂത്ത് നമ്പറിന് 26ാം നമ്പർ ബൂത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് അത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഓൾറെഡി 400ഓളം വോട്ടുകൾ ആ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടവോ മരണപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വെച്ചുകൊണ്ട് നിങ്ങൾ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ പോളിംഗ് കുറഞ്ഞു എന്ന് പറയല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ 1000 വോട്ടിൽ കൂടുതൽ പോളിംഗ് വന്നിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പിരായിരി പഞ്ചായത്ത് ആയിക്കോട്ടെ, പിരായിരി പഞ്ചായത്തിനകത്ത് നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും BJPയുടെ വോട്ടിംഗ് പെർസെന്റേജിനകത്ത് വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടില്ല. അതിനകത്ത് കുറവുണ്ടായി എന്ന് പറയുന്നത് കണ്ണാടിയിലാണ്. കണ്ണാടിക്കകത്ത് സ്വാഭാവികമായിട്ട് ചെറിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ പിരായി ആയിക്കോട്ടെ, മാത്തൂരിലായിക്കോട്ടെ, സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഈ ശ്രീധരൻ സാർ പിടിച്ച വോട്ട് പിടിക്കുകയും കണ്ണാടിയിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന 10,000 വോട്ടിന് 8,000 to 10,000 ഭൂരിപക്ഷത്തിന്റെ വോട്ട് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കൃഷ്ണകുമാർ ജയിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. ഒരു ചെറിയ മാർജിനിൽ കടന്നുകൂടാം അല്ലേ? ഒരു വലിയ ഭൂരിപക്ഷമൊന്നുമില്ലാത്ത വളരെ ചെറിയൊരു മാർജിനിൽ കടന്നുകൂടാമെന്നാണ് വോട്ടെണ്ണാൻ പോകുന്നതിന്റെ തലേന്നും നിങ്ങൾ കൂട്ടുന്നത്, റൈറ്റ്? ഞാൻ വരാം ഇവിടെ അനൂപിലേക്ക്. അനൂപ്, നേരത്തെ നിതിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ പ്രശ്നം എന്നുള്ളത് മുൻകാലത്തെ തെരഞ്ഞെടുപ്പുകളിലെ നിങ്ങളുടെ തന്ത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ആ വിജയിച്ച പാറ്റേൺ വെച്ചിട്ടാണ് നിങ്ങൾ തുടക്കം മുതൽ ഒരു 10,000 മുതൽ 12,000 അല്ലെങ്കിൽ 10,000 ക്രോസ് ചെയ്തൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിങ്ങനെ പബ്ലിക്കായി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറയാമെന്നതിനപ്പുറത്തേക്ക് വസ്തുത മറ്റൊന്നല്ലേ എന്ന പ്രശ്നം ഇതിനകത്ത് ആ നിലയിൽ തന്നെ നിൽക്കുകയല്ലേ? നഗരസഭയുടെ കാര്യത്തിൽ ഈ പറഞ്ഞാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ രൂപത്തിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം, ഇപ്പോൾ സന്ദീപ് വാര്യരെ നിങ്ങൾ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ സംഘ് പരിവാർ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയോടുണ്ടായിരുന്ന അതൃപ്തി എന്ന് പറയുന്ന ഒരു പ്രശ്നം അതുപോലും മാറ്റിവെച്ച് അവർക്ക് അവരുടെ വോട്ടുകളെ പരമാവധി സമാഹരിക്കാൻ അത് ഗുണം ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ നിങ്ങൾ എൻ ബ്ലോക്ക് ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിച്ച ഇടത്ത് നിങ്ങൾ കാട്ടിയിട്ടുള്ള ഈ ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടില്ലേ? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ സന്നദ്ധമായ ന്യൂനപക്ഷ വോട്ടുകളെ വളരെ കൃത്യമായി അവിടേക്ക് കൊണ്ടുപോകുന്നതിനും നഗരത്തിൽ ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ നഗരത്തിനകത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ അവസാന ഘട്ടത്തിൽ നിങ്ങളെ കൈവിടുന്നതിനുള്ള ഒരു വലിയ സാഹചര്യം. ഉദാഹരണത്തിന് BJP അവസാന ഘട്ടത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ സന്ദീപ് വാര്യരെ കൊണ്ടുപോയത് മനസ്സിലാക്കാം കോൺഗ്രസിലേക്ക്, പക്ഷേ കൊണ്ടുപോയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം എന്തിനാണ് ഇദ്ദേഹത്തെ പാണക്കാട്ടേക്ക് എത്തിച്ചത് എന്ന് BJP ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന BJP ഉന്നം വെക്കുന്നത് എന്താണ് എന്നുള്ളത് അനൂപിന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നഗരസഭയ്ക്കകത്തടക്കം നിങ്ങളുടെ അനുഭാവ വോട്ടുകളെ അടക്കം വേണമെങ്കിൽ BJPക്കൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു തന്ത്രം BJPയും പയറ്റിയിട്ടില്ലേ? നിങ്ങളുടെ കണക്കുകൂട്ടൽ അവിടെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി പിഴയ്ക്കാനല്ലേ സാധ്യത കൂടുതൽ? എല്ലാത്തിനും ഞാൻ മറുപടി പറയാം. ഇവിടെ സരിൻ ഇന്ന് ചില കണക്കുകൾ പറഞ്ഞു.
സരിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസിയാണ് എന്നുള്ളതാണ്. നിതിൻ കാണുന്നതിനേക്കാൾ മുമ്പ് സരിനെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വിളിച്ച് എല്ലാവരോടും പറഞ്ഞ് അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ സരിൻ്റെ ശുഭാപ്തി വിശ്വാസം CPM കണക്കിലെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. CPM എനിക്ക് തോന്നുന്നത് CPM അതിൻ്റെ പുറത്ത് പറയുന്ന കണക്കിനപ്പുറത്ത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി CPM ജയിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് എൻ്റെ അനുമാനം. അങ്ങനെ പറയാമോ? CPM പ്രതിനിധിയായി നിതിൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ 2021 പയറ്റിയ തന്ത്രം തിരിച്ചറിഞ്ഞ് അങ്ങനെ ഇടതുപക്ഷ വോട്ടുകൾ UDF-ലേക്ക് വരാത്ത വിധം ശക്തമായി ഇടതുപക്ഷ വോട്ടുകളായി തന്നെ നിലനിർത്തി ബേസിലേക്ക് തിരിച്ചു വന്ന് ആ ബേസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അവിടുത്തെ ഏതാണ്ട് ഒരു 44,000 വോട്ടിൻ്റെ ബേസ് ഇടതുമുന്നണിക്കുണ്ട് എന്ന് നിതിൻ പറഞ്ഞത് കണ്ടില്ലേ? സ്ഥാനാർത്ഥിയിലൂടെ വരുന്ന കിട്ടാത്ത വോട്ടുകളുടെ വരവ്, ആ സമാഹരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മുമ്പ് 48,000 വരെ സാധ്യതയുണ്ട് എന്നാണ് നിതിൻ കണക്ക് അവതരിപ്പിച്ചു പറഞ്ഞത്. അനൂപ് അത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അത് CPM-ൻ്റെ ഒരു കണക്കൂട്ടലല്ലേ? ഞാൻ അതിലേക്ക് തന്നെ വരാം. CPM-ൻ്റെ കണക്ക് കൂട്ടലിൻ്റെ CPM-ൻ്റെ പ്രതീക്ഷയുടെ ഈ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യരുടെ അവസാനം കോൺഗ്രസിലേക്ക് കടന്നു വരും. പക്ഷെ നമ്മളതിന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തന്നെ 2 പത്രങ്ങൾ പരസ്യം കൊടുക്കുന്നു, സുപ്രഭാതത്തിലും സിറാജിലും. ആ 2 പത്രങ്ങളിൽ മാത്രമായിട്ട് ആ പരസ്യം പരിമിതപ്പെടുകയാണ്. അങ്ങനെ 2 പത്രത്തിൽ മാത്രം പരസ്യപ്പെടുത്തിയാൽ അതൊക്കെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. സത്യത്തിൽ സന്ദീപ് വാര്യരെ മനസ്സിലാക്കാൻ നാട്ടിൽ ഒരു പരസ്യവും വേണ്ട. സന്ദീപ് വാര്യരുടെ സംഘ് പരിവാർ കൂറുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ ഒരു പരസ്യം വേണ്ട. അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ ആ ചർച്ച, പൊളിറ്റിക്കൽ ചർച്ചയല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത്. പറഞ്ഞോളൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദീപ് വാര്യരെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പറയാനുള്ള അത് സിറാജിലും സുപ്രഭാതത്തിലുമായി പരിമിതപ്പെടുന്നതിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. നിങ്ങൾക്ക് സിറാജിലും സുപ്രഭാതത്തിലും പറയുന്നതൊന്നും മറ്റു സ്ഥലത്ത് പറയാതിരിക്കുന്നതിനകത്തെ അതിനെ അങ്ങനെ ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെ ഒരാൾ ഈ പറയുന്ന 2 പത്രം മാത്രം വായിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞു കൊള്ളാത്ത കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആളുകൾ തിരിച്ചറിയില്ലേ? മനസ്സിലായി. അനൂപിനോട് തന്നെയാണ്. അനൂപ് പറയുന്നതിൽ തന്നെ സന്ദീപ് വാര്യരെ ഈ അവസാന നിമിഷം ഈ രാഷ്ട്രീയമായി ചാടിച്ച് കോൺഗ്രസ് അഭയം കൊടുക്കുമ്പോൾ അതിലൊരു വലിയ അപാകത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലേ? ഒരു പരസ്യത്തെ വിട്ടുകളയാൻ കഴിയാതെ അതിൽ ബേജാറായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ പോലും. അങ്ങനെയും അതിനൊരു വായനയില്ലേ? നിങ്ങളെയും അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത് വേണ്ടിയിരുന്നോ? അവസാനം ഇത് പണിയായോ പാരയായോ എന്നൊരു പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, സന്ദീപ് വാര്യർ ഇപ്പോൾ CPM-ലേക്കാണ് വന്നിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന നരേറ്റീവ് എന്താ? ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് മാറ്റിവെക്കുക. സന്ദീപ് വാര്യർ ഇലക്ഷൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണ പരിപാടിയിലേക്ക് വന്ന് ഞാൻ ഇനി മുതൽ CPM-ൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. കാരണം കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ മിനിമം ധരിക്കുന്നത് അങ്ങനെ അതൊരു സാങ്കല്പികമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും കോൺഗ്രസ് ഷാളിട്ട പോലെ ആവില്ല. കാരണം ഗാന്ധി വധത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ സംഘ് പരിവാർ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ RSSനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം വീണ്ടും അവതരിപ്പിക്കാൻ കഴിയും വിധത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സന്ദീപിന് കേരളത്തിൽ വരാൻ കഴിയില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. കൃത്യമായി നിലപാടുകൾ പറയേണ്ടതായും തിരുത്തേണ്ടതായും വരും. പക്ഷേ അതിനുള്ള വേദി കോൺഗ്രസ് കൊടുത്തില്ല. അത് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. അതൊന്നും പറയാതെ സന്ദീപിന് യഥേഷ്ടം കോൺഗ്രസ്സുകാരനായി ഖദറിട്ടാൽ ഈ കാവ്യ രാഷ്ട്രീയം മാറുമെന്ന നിലയിലേക്ക് നിങ്ങൾ കൊടുത്തൊരു ഒരു സംരക്ഷണമുണ്ട്. അവിടെയാണ് പ്രശ്നം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അത് സംഭവിക്കും എന്ന് ഇവിടെ ജീവിക്കുന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല. അത് താങ്കൾ സന്ദീപ് വാര്യർ പറഞ്ഞത് ഒന്നുകിൽ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ബോധപൂർവം കേട്ടിട്ടില്ല എന്ന് ധരിക്കുകയാണ്. സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞത് കോൺഗ്രസിൽ ചേരുമ്പോൾ പറയേണ്ട കാര്യം
സന്ദീപ് വാര്യർ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞത് എൻ്റെ വിദ്വേഷ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഞാനതൊക്കെ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അയാളുടെ ഭൂതകാലം റദ്ദ് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ കോൺഗ്രസിലേക്ക് എടുത്തത്. ഞങ്ങളല്ലാതെ സന്ദീപ് വാര്യർ, നിങ്ങൾ ഓരോ സന്ദീപ് വാര്യരെ ഞങ്ങളുടെ നിലപാട്. ഇവിടെ കോൺഗ്രസിൽ തുടർന്നുകൊണ്ട് മറ്റു രാഷ്ട്രീയം തുടരാൻ പറ്റില്ല. എന്തോ ആവട്ടെ, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്കുള്ള പോകേണ്ട വിഷയം ഇന്നതല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എങ്കിലും താങ്കളത് പറഞ്ഞത് ഞാൻ അഡ്രസ്സ് കേട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ നിതിൻ, ഇത് തന്നെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പങ്കുവച്ചത്. അതായത് എന്താണ്, ഏറ്റവും വലിയൊരു സംഘപരിവാറുകാരനെ, തീവ്ര ഹിന്ദുത്വം പറഞ്ഞ ഒരാളെ കോൺഗ്രസ് മതേതര ചേരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അതത്ര വലിയ ആശ്വാസകരമായ കാര്യമല്ലേ എന്ന ഒരു പ്രചാരണം നടത്തിക്കൊണ്ടാണ് സന്ദീപിനെ ഒപ്പം നിർത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ആഘോഷമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. അത് സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണി കരുതുന്നത് പോലെ ഈ മതന്യൂനപക്ഷങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശങ്ക പേറുന്ന മനുഷ്യർക്ക് കഴിയുമോ? കാരണം അത് ഒരു ആശ്വാസകരമായി അവർ കരുതുന്നുണ്ട് എങ്കിൽ ആ വോട്ടുകൾ UDFന് തന്നെ പോകില്ലേ? രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ നഗരപരിധിക്കകത്തെ BJPയുടെ സ്വാധീനം, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. UDFൻ്റെയും സ്വാധീനം, ഇത് രണ്ടും നിൽക്കുകയാണ്. മറ്റു 3 പഞ്ചായത്തുകളുള്ളപ്പോഴും ഈ നഗരസഭ എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഈ രണ്ട് വെല്ലുവിളികൾക്കിടയിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് മുമ്പ് പറഞ്ഞ വോട്ട് ബേസ് വർദ്ധിപ്പിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിയെ കണ്ടു വോട്ട് ചെയ്യണം, പോയ വോട്ടുകൾ തിരിച്ചു വരണം, അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ഈ നഗരസഭയ്ക്കകത്ത് കുറയണം. ഇന്ന് ഇപ്പോൾ അനൂപ് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി തന്നെ, സരിൻ തന്നെ പറയുന്നത് 1 മുതൽ 14 വരെയുള്ള ആകെ 104 ബൂത്തുകൾ 8 റൗണ്ട് വരെ, അതായത് 1 മുതൽ 28 വരെയുള്ള നഗരസഭയിലെ ബൂത്തുകൾ എണ്ണുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 20% വോട്ടുകളുടെ ഷിഫ്റ്റ് സംഭവിക്കും ഇടതുപക്ഷത്തേക്ക് എന്ന നിലയിലൊക്കെ സ്ഥാനാർത്ഥി പറയുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാവാം, എന്തു ആവട്ടെ. പക്ഷേ ആ നിലയിൽ നഗരത്തിലൊരു മാറ്റം ഇടതുമുന്നണിക്ക് ആത്മാർത്ഥമായി ഈ രാത്രി പറയാനാവുന്നുണ്ടോ? അതാണ് കോൺഗ്രസും ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്ന് പരാമർശിച്ചു പോകുന്നതായിരിക്കും ശ്രീ ശരത് നല്ലത്. അതിൽ ഒന്ന്, സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശത്തെ സംബന്ധിച്ചാണ്. ആ പ്രവേശത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും ബോധ്യമായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ശ്രീ കെ മുരളീധരൻ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. ഇന്നത്തെ പത്രത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പാലക്കാട്ട് ഏറെക്കാലം DCCയുടെ പ്രസിഡൻ്റായിരുന്ന, ഏറെക്കാലം പാലക്കാട്ടെ MP ആയിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ VS വിജയരാഘവൻ അതിനെ തള്ളി പറഞ്ഞു. സന്ദീപ് വാര്യർ വന്ന സമയവും ഇങ്ങനെ ആയിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ റദ്ദ് ചെയ്യാതെ കൊണ്ടുവന്നത് ഒരു തലത്തിലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല എന്ന് ഇന്നത്തെ പാലക്കാട്ടെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റായി വന്നിട്ടുണ്ട്. ഇത് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനിടയിൽ, പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. നോക്കൂ, നമ്മളിതിൽ പറഞ്ഞ പ്രശ്നം എന്താ? BJPയിൽ നിന്ന്, സംഘപരിവാരത്തിൻ്റെ പാളയത്തിൽ നിന്ന് ആര് മതനിരപേക്ഷമായി വരുന്നതും നല്ല കാര്യം, അവർ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? RSS വിട്ട് BJP വിട്ടു വന്നു എന്ന് പറയുന്ന സന്ദീപ് വാര്യർ ഒരു നിലയിലും കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തി കോൺഗ്രസ്സുകാർ സ്വീകരിച്ച് ആനയിച്ച് അവരുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറഞ്ഞിരുന്നില്ല. സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്ന് അദ്ദേഹം പറയുന്നതിന് മുമ്പ് താൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞില്ല. RSSകാരനായി തന്നെ അദ്ദേഹം തുടരുന്നു എന്ന് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 19-ാം തീയതി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? RSSന്റെ കാര്യാലയം നിർമ്മിക്കാൻ എൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ ഞാൻ എൻ്റെ അമ്മയുടെ താല്പര്യപ്രകാരം കൈമാറുമെന്ന് എന്നാണ് പറയുന്നത്. 19-ാം തീയതിയാണ് പറയുന്നത്. 21-ാം തീയതിയിലേക്ക് അദ്ദേഹത്തിന് അത് മാറ്റിവെക്കാമായിരുന്നല്ലോ. അപ്പോൾ RSSകാരനായി തന്നെയാണ് സന്ദീപ് വാര്യർ നിൽക്കുന്നത് എന്നും RSS കോൺഗ്രസിലേക്ക് തൽക്കാലം BJPയിൽ നിന്ന് മാറി ഒരു ഡെപ്യൂട്ടേഷൻ സന്ദീപ് വാര്യർ അയച്ചതാണ് എന്നും പാലക്കാട്ടെ എല്ലാ ജനങ്ങളും, സാധാരണക്കാരനും മതനിരപേക്ഷവാദികളായ മനുഷ്യരും, എന്തിന് കോൺഗ്രസ് പോലും, കോൺഗ്രസ്സുകാർ പോലും അങ്ങനെയാണ് അതിന് വിശ്വസിക്കുന്നത്. പിന്നെ നോക്കൂ, ഞങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. ഞങ്ങൾ ഈ പത്രത്തിൽ മാത്രമല്ല, ഞങ്ങൾ എല്ലാ പത്രത്തിലും, പാലക്കാട്ടെ പ്രമുഖമായ എല്ലാ പത്രത്തിലും, ചില പത്രങ്ങൾ ഞങ്ങൾ ബോധപൂർവം ഒഴിവാക്കിയിട്ടുമുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനെതിരായി ശക്തമായ എന്താ പറയുക എതിർത്തുകൊണ്ടിരിക്കുന്ന ചില പത്രങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യമായ എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ പത്രപരസ്യവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പത്രപരസ്യം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു വിഭാഗത്തിലേക്ക് മാത്രം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ആ പത്രങ്ങൾ എത്ര ഭയാൻ, അല്ലെങ്കിൽ എത്ര ബേജാറായിട്ടാണ് കോൺഗ്രസ് അതിനെ സമീപിച്ചത്.
കോൺഗ്രസ് അങ്ങനെ സമീപിച്ചു എന്ന് മാത്രമല്ല, സന്ദീപ് വാര്യർ വന്ന ഉടൻ എന്തിനാണ് പാണക്കാട്ടേക്ക്, ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ പാണക്കാട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ? അപ്പോ ഇതെല്ലാം പാലക്കാട്ടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർക്കിടയിൽ തന്നെ വലിയ അസംതൃപ്തിയും അവമതിപ്പിനും കാരണമായിട്ടുണ്ട്. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ പറയാറുണ്ട്, ഒരു തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള കാര്യങ്ങളും പ്രധാനമാണ്. വോട്ടെടുപ്പ് ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം കടന്നു വന്നതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക്, ആളുകളുടെ ഒരു ആകാംക്ഷയാണല്ലോ ഇന്നത്തെ ചർച്ചയുടെ ഒരു ആധാരം. അതുകൊണ്ടാണ് ഞാൻ നിതിനോട് വീണ്ടും ചോദിക്കുന്നു, നഗരപരിധിക്കകത്തെ UDF-ൻ്റെയും അതിനേക്കാൾ ഉപരി BJP-യുടെയും സ്വാധീനം എന്നത് ഇടതുമുന്നണിക്ക് മുമ്പിലെ വെല്ലുവിളിയല്ലേ ഈ കണക്കൂട്ടലൊക്കെ നടത്തുമ്പോഴും, നേരത്തെ പ്രിൻഡു സൂചിപ്പിച്ചതുപോലെ? ശ്രീ ശരത്, അതല്ല, ഈ പാലക്കാട് നഗരസഭയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടി എന്ന് പറയുന്ന വോട്ടെന്ന് പറയുന്നത് പൂർണ്ണമായും BJP-ക്ക് വേണ്ടി മാത്രമുള്ള വോട്ടല്ല. പാലക്കാട് നഗരത്തിന്റെ എല്ലാ കാലത്തെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ മികവ്, വിദ്യാസമ്പന്നത, അവരുടെ പശ്ചാത്തലം, അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇതിനെല്ലാം പാലക്കാട്ട് നഗരത്തിലുള്ള വോട്ടർമാർ വില കൽപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ BJP-യുടെ സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ വലിയ വോട്ട് ശ്രീധരന് കിട്ടാനിടയായത് അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു കരിഷ്മയാണ്. സ്വാഭാവികമായും ഈ 3 സ്ഥാനാർത്ഥികളിൽ, ഇന്ന് പ്രധാനമായും മത്സരരംഗത്തുള്ള 3 സ്ഥാനാർത്ഥികളിൽ അങ്ങനെ ഏറ്റവും ഒരു പ്രൗഢമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റ് ഇതര കാര്യങ്ങളിലായാലും പശ്ചാത്തലത്തിലുമൊക്കെ മികച്ചു നിൽക്കുന്നയാൾ എന്നുള്ള നിലയിൽ ഡോക്ടർ സരിനാണ് ഉയർന്നു നിൽക്കുന്നത്. സ്വാഭാവികമായും ഡോക്ടർ എന്നുള്ളത് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് വന്ന പശ്ചാത്തലം, ഇതിനെല്ലാം പാലക്കാട് നഗരത്തിൽ വോട്ടുണ്ട്. ഒരുപക്ഷെ ശ്രീധരന് കിട്ടിയ അത്രയും വോട്ടൊന്നും കിട്ടും എന്ന് ഞാനും പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. പക്ഷേ അത്തരം ഒരു വോട്ട് സരിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. സ്വാഭാവികമായും അതൊരു പാലക്കാട് നഗരത്തിന്റെ, പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ വോട്ട് കൂടി സരിനിലേക്ക് എത്തുമ്പോൾ LDF-ന് ഇവിടെ അടിത്തറയാൽ നിൽക്കുന്ന 40-44,000 അടുത്തുള്ളൊരു വോട്ടുണ്ട്. അതിനൊപ്പം സരിന് വ്യക്തിപരമായ പ്രഭാവത്തിൽ കിട്ടുന്നൊരു വോട്ടുണ്ട്. അതിനൊപ്പം അസംതൃപ്തമായ കോൺഗ്രസിലെയും BJP-യുടെയും വോട്ടുകളുണ്ട്. ഈ വോട്ടുകളെല്ലാം ചേരുമ്പോൾ ഞങ്ങളാണ് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞ കണക്കുകൾ സാധാരണ പാലക്കാടിന്റെ വോട്ടെണ്ണൽ നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 104 ബൂത്തുകൾ പാലക്കാട് നഗരപരിധിയിലുള്ളത് എണ്ണുമ്പോൾ താരതമ്യേന BJP-ക്ക് ഒരു മേൽക്കൈയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അത് കഴിഞ്ഞ് പിരായിരി പഞ്ചായത്തിലേണതാണ് അടുത്ത ബൂത്തുകൾ. ആ വോട്ടുകൾ എണ്ണുമ്പോൾ UDF ആണ് കുറെ കാലമായി പിരായിരി പഞ്ചായത്തിനകത്ത് ലീഡ് ചെയ്യാറുള്ളത്. ഇതിനെ രണ്ടിനെയും മറികടന്ന് വിജയത്തിലേക്ക് LDF എത്താൻ വേണ്ടി പോകുന്നത് മാത്തൂരിലെയും കണ്ണാടിയിലെയും ഇടതുപക്ഷത്തിന് കിട്ടുന്ന വലിയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ ഘടകങ്ങളെല്ലാം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്തരം കുറെ ഘടകങ്ങളാണല്ലോ, രാഷ്ട്രീയം, സ്ഥാനാർത്ഥി, അവിടെ വന്ന ചർച്ചകൾ. പിന്നെ കോൺഗ്രസും BJP-യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രധാനപ്പെട്ട ചർച്ചയും എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 20-ാം തീയതി രാവിലെ വരെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് അതിന് മറുപടി പറയുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ നന്നായി ഉയർത്തിയതാണ്. പാലക്കാട്ട് നഗരത്തിലെ BJP ഭരണത്തിന്റെ വികസനമില്ലായ്മയും ഇടതുപക്ഷ സർക്കാരിന്റെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും ഞങ്ങൾ നന്നായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം. 3-ാം സ്ഥാനത്തേക്ക് പോയ ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആ നഗര മേഖലയ്ക്ക് വളരെ സ്വാധീനമുള്ളൊരു നിയോജക മണ്ഡലത്തിൽ കടന്നുവരാൻ, ഒന്നാമതെത്താൻ കഴിയുന്ന കണക്കൂട്ടലുകളെക്കുറിച്ചാണ് LDF ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പ്രിൻറ്റുവാണ് അവിടെ ഒരു മറുപടി പറയേണ്ടത്. അതായത് ഒരു നഗരമേഖലയിലെ വോട്ടർമാർ, അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് കാണുന്ന പ്രേക്ഷകർക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അവരുടെ കൂടുതലായ കൺസേൺ, മികവുകൾ, അതുതന്നെയാണ് BJP-ക്ക് 21-ൽ ശ്രീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടായ മികവ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാൻ കഴിയുന്നത് സരിനാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ശ്രീധരൻ പിടിച്ച ആ വോട്ടുകൾ അത് ഒരു ഫ്ലോട്ടിംഗ് വോട്ടായി നിൽക്കുകയാണ്. അത് ആ നിലയിൽ അതിൻ്റെ ഒരു മേജർ ഷെയർ, അല്ലെങ്കിൽ കാര്യമായൊരു സപ്പോർട്ട് സരിന് കിട്ടും എന്ന് പറയുന്നൊരു കണക്കൂട്ടൽ ഇടതുമുന്നണിക്കുണ്ട്, സ്ഥാനാർത്ഥിക്കുമുണ്ട്. അത് മലപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് സാർ. ഈ ശ്രീധരനെയും സരിനെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ ശ്രീധരനെയും കൃഷ്ണകുമാറിനെയും കൂടെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? ആ താരതമ്യത്തിൽ സരിനല്ലേ മുമ്പിൽ എന്നുള്ളതാണ് പ്രശ്നം. വോട്ടർമാർക്ക് മുമ്പിലും ഈ ചർച്ചയിൽ അല്ല, ഇതിനകത്ത് എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം BJP ആണ്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ CPM-ന്റെ ചരിത്രത്തിൽ ചിഹ്നം നഷ്ടമായിക്കൊണ്ട് ടെലസ്കോപ്പിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്.
പിന്നെ പാലക്കാട്ടുകാർക്ക് അല്ല, ചിഹ്നത്തിന്റെ സ്കോപ്പിനെ കുറിച്ചാണ് നിതിൻ പറഞ്ഞത്. അതായത് പ്രിന്റു, നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ചിഹ്നത്തിന്റെ സ്കോപ്പ് മനസ്സിലായില്ലേ? അതറിയാവുന്ന ആളല്ല പ്രിന്റു. അതായത് ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം ഇടതുപക്ഷത്തേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ ആ ചിഹ്നം, സ്റ്റെതസ്കോപ്പ്, വിദ്യാഭ്യാസ യോഗ്യത, സിവിൽ സർവീസ് പശ്ചാത്തലം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു നഗരമേഖലയിൽ ഇടതുമുന്നണി അവരുടെ പ്രതീക്ഷകൾ ഈ രാത്രിയിലും അതിന് സ്കോപ്പുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രിന്റു പൂർത്തിയാക്കി. ഉണ്ടായിക്കോട്ടെ, ഞാൻ പറയട്ടെ. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും. പിരായി പഞ്ചായത്തിനകത്ത് വലിയ ഭൂരിപക്ഷമായിരുന്നല്ലോ ഷാഫിക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് CPM-ന്റെ സരി നേടുന്ന വോട്ട് കൃത്യമായിട്ട് BJP-ക്കാണ് അനുകൂലമായിട്ട് വരിക സാർ. ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ CPM വോട്ട് വർദ്ധിപ്പിക്കുന്നത് ഗുണകരമായി മാറാൻ പോകുന്ന പ്രസ്ഥാനം BJP-ആണ്. അതിന് ഗുണഭോക്താവ് BJP-ആണ്. സ്വാഭാവികമായിട്ട് അന്ന് വലിയ രീതിയിൽ ഈ ശ്രീധരൻ അന്ന് മുഖ്യമന്ത്രി അങ്ങനെ വോട്ട് കൂടണമെങ്കിൽ അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാണ്, അങ്ങനെ വോട്ട് കൂടിയാൽ നഗരസഭയിൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാകൂ, നഗരമേഖലയിൽ, നിങ്ങളുടെ സ്വാധീന മേഖലയിൽ. അത് അപ്പോ ആ ക്ലാരിറ്റി വന്നു ഇപ്പോ പ്രിന്റു പറഞ്ഞു വെച്ചതിൽ. നഗരമധ്യത്തിൽ CPM-ന്റെ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16,500 കൂടുതൽ വോട്ട് നേടാൻ CPM-ന് നഗരസഭയിൽ സാധിക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് 38,000 മുതൽ 40,000 വരെയുള്ള വോട്ടുകൾ ഞങ്ങൾ നഗരസഭയിൽ നേടും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക്. അപ്പൊ ഇടതുമുന്നണിയുടെ നീക്കം വളരെ ശ്രദ്ധിക്കണ്ടേ? കാരണം നിങ്ങൾ പറയുന്നു വോട്ട് കുറയുന്നു, വോട്ട് കണക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അധിക വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വെക്കുന്നു. ആ സ്ഥാനാർത്ഥി ആ നിലയിൽ വരുന്നതിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ചിഹ്നത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ UDF-ഉം BJP-യും ശ്രമിച്ചത്. ആ ചിഹ്നം അധികമായി വോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ശ്രീധരനെ പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളോട് മതിപ്പ് കാട്ടുന്ന വോട്ടർമാരുടെ 1% വോട്ടിനെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നു. നഗരമേഖലയിലെ അർബൻ വോട്ടർമാരുടെ ഒക്കെ ഒരു സ്വീകാര്യത നേടാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് അത്ര ചെറുതല്ല എന്നാണ് പ്രിന്റും വാക്കുകൾക്കിടയിൽ സമ്മതിക്കുന്നത്. അങ്ങനെ ഒരു എലമെന്റ് അവിടെ പ്രവർത്തിച്ചില്ലേ എന്നുള്ളത് കൃത്യമാണ് സാർ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ വിഷയം ഞങ്ങൾ പറയും. കാരണം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ കണക്കുകളുണ്ട്. ഞങ്ങൾ മുൻപത്തെ ഇലക്ഷനൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടാണ് ഇൻ ഔട്ട് ബൂത്തുകൾ ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ ഉദ്ദേശിച്ച അവസാനത്തെ വോട്ടും പാലക്കാട് താമരയ്ക്ക് അനുകൂലമായി ചെയ്യിപ്പിച്ചതിന് ആത്മവിശ്വാസത്തിലാണ് സാർ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് CPM-ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഒരു 5,000 വോട്ട് കൂടുന്നത് അത് UDF-ന്റെ വോട്ട് ബാങ്കിനകത്താണ് ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ട് ബാങ്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വരും, ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളെ അതല്ല, നഗരത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അതൃപ്തിയുടെ ഒരു എലമെന്റ് ഉണ്ട്. അത് എത്ര താങ്കൾ നിഷേധിച്ചാലും ഒരു വസ്തുതയാണ്. അതായത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ എന്ന് പറയുന്ന നിലയിലേക്കുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ RSS തന്നെ ചില പ്രത്യേക മേഖലകളിൽ തന്നെ ഇടപെടേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടില്ലേ? നഗരസഭയിൽ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നെഗറ്റീവ് വോട്ട്സ് ഇല്ലേ? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJP കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചിട്ട് ഒറ്റ ഉത്തരമേ പാർട്ടിക്കുള്ളൂ, അത് കൃഷ്ണകുമാറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഈ പുകഞ്ഞപുള്ളി വായും പുറത്തു പോയത് സത്യത്തിൽ ഏറ്റവും അനുകൂലമായത് BJP-ക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വൈകാരികമായിട്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ പ്രവർത്തനം. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന പുകഞ്ഞപുള്ളി പുറത്തു പോയപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരാകെ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ അനൂപിലേക്ക് പോകും മുമ്പ് പ്രിന്റു ഒരു കാര്യം, അതായത് അങ്ങനെയാണെങ്കിൽ നഗരമേഖലയിലെ UDF-ന്റെ വോട്ടുകൾ നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സന്ദീപിനെ UDF കൂടെ കൂട്ടിയത്, കോൺഗ്രസ് കൂടെ കൂട്ടിയത് നിങ്ങൾക്കുണർവായി എങ്കിൽ അത് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ പറയും, സന്ദീപ് വാര്യർ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കൂടെ പോയ ഒരു BJP ഒരാളെ ഞാൻ പറഞ്ഞു, ഒരാളെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത്. അപ്പൊ അതിനർത്ഥം ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. അത് രാഹുൽ മാവൂർ സ്ഥാനാർത്ഥിത്വമായിക്കോട്ടെ, സരീൻ ആയിക്കോട്ടെ, അതിനപ്പുറത്ത് ഞങ്ങൾ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ മികവ്, അതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരുടെ നമുക്ക് കുലംകുത്തിയായ ഒരാൾ ഞങ്ങളെ ചതിച്ചു പോയപ്പോൾ ഞങ്ങളുടെ മണ്ണിനകത്ത് അവിടെ ഞങ്ങൾക്ക് ബലിദാനിയുണ്ട്. ആ ബലിദാനിയുടെ ഒരു വർഷങ്ങളായിട്ട്
മണ്ണിനകത്ത് കൊടുംചതി ചെയ്തവരോടുള്ള പക ഞങ്ങളുടെ പ്രവർത്തകർ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് അത് വോട്ടായിട്ട് മാറും. വൈകാരികമായി ഞാനിപ്പോ അനൂപും പാലക്കാട് കാര്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രചരണ രംഗവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും പ്രചരണ രംഗത്ത് പരിപാടികളുമൊക്കെ ആയിട്ട് സമയം അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതൃപ്തിയിൽ നിന്ന് തങ്ങൾക്ക് അതിൻ്റെ ഒരു നേട്ടമുണ്ടാകും എന്ന് കോൺഗ്രസ് കരുതിയിരുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ വരവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രിൻറ്റു പറഞ്ഞതുപോലെ ഈ കൃഷ്ണകുമാർ വിരുദ്ധ വോട്ടുകളുടെ കോൺഗ്രസിലേക്കോ UDF-ലേക്കോ കിട്ടാമായിരുന്ന വരവ് മുടങ്ങിയിട്ടുണ്ട് എന്ന് ന്യായമായും സംശയിച്ചുകൂടെ? രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്ത സരിൻ എന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മികവ് എന്നത് നഗരമേഖലയ്ക്ക് അവരെ സംബന്ധിച്ചൊരു പ്ലസ് ആണ് എന്ന് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഷാഫി ഒരു വിജയം കൊണ്ടുവരും എന്ന കണക്കൂട്ടലാണ്. അപ്പോൾ ആ ഷാഫിയുടെ നിഴല് വിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന മികവിലേക്ക്, ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ്, സരിൻ്റെ മികവും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആ നിലയിൽ ഈ സ്ഥാനാർത്ഥി കമ്പാരിസണിൽ രാഹുലിന് കയറി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതും നഗരമേഖലയിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു മങ്ങലിനോ തിരിച്ചടിക്കോ ഒരു ഘടകമാണോ? സന്ദീപ് വാര്യർ വന്നത് കൃഷ്ണകുമാർ വിരുദ്ധ വോട്ടുകളെ നിങ്ങൾക്കടുത്തേക്ക് എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വന്നാൽ നഗരത്തിനകത്ത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ വോട്ടിൽ തന്നെ കുറവ് സംഭവിക്കാം. പോളിങ്ങും കുറഞ്ഞിട്ടുണ്ട് നഗരത്തിനകത്ത് പലയിടത്തും. അനൂപ്, ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം തീർച്ചയായും. അതിനു മുമ്പ് നിതിൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിശ്ചയമായും മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് 19-ാം തീയതി സന്ദീപ് വാര്യർ നടത്തിയ ഒരു പ്രസ്താവനയാണ്. തീർച്ചയായും സന്ദീപ് വാര്യരല്ല, നാളെ നരേന്ദ്രമോദി സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വന്നാലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അത് സന്ദീപ് വാര്യർ ഞങ്ങളുടെ നയനിലപാടുകൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ 19-ാം തീയതി അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് CPM പ്രതിനിധി പറഞ്ഞത് ശരിയാണ്. എന്തായിരുന്നു ആ സാഹചര്യം? CPM-ന്റെ നേതാവ് AK ബാലൻ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, സന്ദീപ് വാര്യരുടെ അമ്മയുടെ പേരിലുള്ള ഭൂമി RSS കാര്യാലയത്തിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അന്ന് സന്ദീപ് വാര്യർ അതിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത വാക്കാണ്, അതുകൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് ഞാൻ വളരെ ആധികാരികമായി കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കായാലും കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് RSSന്റെ കാര്യാലയത്തിന് ഭൂമി കൊടുക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയില്ല. അതേ സന്ദീപ് വാര്യർ, ഞാനത് കേട്ടതാണ്. സന്ദീപ് വാര്യർ അത് പറഞ്ഞു വിശദീകരിക്കുമ്പോൾ അവസാന വാചകത്തിൽ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആ ഭൂമി ഏറ്റെടുത്ത് RSSന് നന്മ ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവരത് ചെയ്യട്ടെ എന്നാണ് കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാര്യർ ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചത്. ആ ഭൂമി ഏറ്റെടുത്ത് RSS നന്മ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഞാൻ ആ ഭാഗമാണ് എന്നെ കുറെ കൂടി ഞാൻ ശ്രദ്ധിച്ചത്. ആഗ്രഹം അതവിടെ RSS നന്മ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരനായി സന്ദീപ് വാര്യർ വളരെ അനു പറഞ്ഞോളൂ. അല്ല, ഞാനിപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സന്ദീപ് വാര്യരല്ല, ആര് പറഞ്ഞാലും RSS ഏതെങ്കിലും തരത്തിലുള്ള നന്മ ചെയ്യുന്ന പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് RSSന് ഭൂമിദാനം നടത്താൻ കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ആളുകളിൽ, നിങ്ങളുടെ തന്നെ വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഒരു ഭാഗത്തുണ്ടാകുന്നു. കൃഷ്ണകുമാറിനോടുള്ള അതൃപ്തിയിൽ നിങ്ങളിലേക്ക് വരാമെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ കണക്കൂട്ടലുകളിൽ കരുതിയിരുന്ന വോട്ടുകളുടെ വരവ് മുടക്കുന്നു. ആ നഗരത്തെ സംബന്ധിച്ച് എൻ്റെ കൺസേൺ ഈ ചർച്ചയിൽ അത്ര മാത്രമാണ്. അതിലെന്തെങ്കിലും പറയാൻ അനൂപിന് കഴിയുമോ? അങ്ങനെ ഉണ്ടാകുമോ? അതോ അവിടെ ഞാൻ പറയാം അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, സിറാജിനെയും സുപ്രഭാതത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ നിതിൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സിറാജ് സുപ്രഭാതവും വ്യാപകമായി വായിക്കപ്പെടുന്ന പത്രങ്ങളാണ്. അതിനകത്ത് ആർക്കൊരു സംശയമില്ല, ഈ പാനലിലിരിക്കുന്ന അവതാരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെക്കാൾ സിറാജിനെയും സുപ്രഭാതത്തിനെ അടുത്തറിയുന്ന ആളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാൾ ഇതിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ഥിരമായി സിറാജിലും സുപ്രഭാതത്തിലും എഡിറ്റോറിയൽ കോളത്തിൽ ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അതിനോട് വലിയ മതിപ്പുള്ള ആളാണ്. നമ്മുടെ വിഷയം അതല്ല. CPM-ന്റെ മെൻസ്റിയ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ചാണ്.
അല്ലാണ്ട് സുപ്രഭാതവും സിറാജും പത്രപരസ്യം അപ്പൊ ഈ പാണക്കാട്ടേക്ക് കൊണ്ടുപോയത് ഒരു പരസ്യ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ എഡിറ്റോറിയൽ കോളത്തിൽ എഴുതുന്ന ആളാ. അല്ലല്ല, അതായത് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യര് ഇന്ദിരാഭവനിൽ പോകുന്നത് മനസ്സിലാക്കാം, DCC ഓഫീസിലേക്ക് പോകുന്നത് മനസ്സിലാക്കാം, പോട്ടെ നേരിട്ട് ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ കാണുന്നതും മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ഈ പരസ്യം എന്ന് പറയുമ്പോൾ പാണക്കാട്ടേക്ക് തൊട്ടുപിറ്റേ ദിവസം അയക്കാൻ ശ്രദ്ധിച്ചതും ഒരു പരസ്യമല്ലേ? ഒരു അതിലൂടെ കൊടുക്കാൻ ശ്രമിച്ചൊരു മെസ്സേജ് ഇല്ലേ? അതും പരസ്യമല്ലേ? അല്ല, അത് തീർച്ചയായും അതൊരു നിങ്ങളത് ചോദിച്ചത് നല്ല ചോദ്യമാണ്. മെസ്സേജ് ഉണ്ട്. BJPക്കാർ പാണക്കാട്ടേക്ക് പോയതിനെ പറ്റി ഇത്തരം ആക്ഷേപകരമായ രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ നിതിനോ അല്ലെങ്കിൽ കൈരളി ചാനലോ ചോദിക്കുന്നിടത്താണ് പ്രശ്നം. പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോകുന്നത്? കാരണം സന്ദീപ് വാര്യർ ഇന്നലകളിൽ പറഞ്ഞ മുസ്ലിം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുണ്ട്. തങ്ങന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അപഹസിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഗമായി ഒരു കോൺഗ്രസ്സുകാരനായി വരുമ്പോൾ അദ്ദേഹം തന്റെ വെറുപ്പിന്റെ പൂർവാശ്രമം ഉപേക്ഷിച്ച് ഞാൻ ഈ പറയുന്ന അതിന്റെ ഇരകളായി ഇന്നലകളിൽ ടാർഗറ്റ് ചെയ്ത മനുഷ്യരോട് മനസ്താപത്തോടു കൂടി പോകുന്നതിനെ CPM സ്വാഗതം ചെയ്യുകയല്ല ചെയ്യുന്നത്. ജിഫ്രി തങ്ങളെ കണ്ടു, പാണക്കാട് തങ്ങളെ കണ്ടു, തിരിച്ചറിവിന്റെ ഭാഗമല്ലേ? അതൊരു പരസ്യമാണ്. നിതിൻ കണിച്ചേരി, നേരത്തെ താങ്കൾ ഈ ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് അനൂപ് ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ ഞാൻ പിരായിരിയിൽ നിന്നാണ് തുടങ്ങിയത്. UDFന്റെ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അവിടുത്തെ പോളിംഗ് ശതമാനത്തിലെ കുറവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കുറവ് അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അതിലുള്ള അവരുടെ ഒരു UDFന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചു. അത്ര വലിയ ആശങ്കയില്ല എന്നാണ് പറഞ്ഞത്. പിരായിരി പോളിംഗ് കുറവ് കാര്യമായി അല്ലെങ്കിൽ പോളിംഗ് കുറവ് കൺസിഡറബിളായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? അത് UDFന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ ഉപരി എനിക്ക് ഇതിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മറുഭാഗത്തെ 2 പഞ്ചായത്തുകൾ കണ്ണാടിയും മാത്തൂരും ഇത് LDF സ്വാധീന മേഖലകളാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വളരെ നാമമാത്രമായ ലീഡ് മാത്രമാണ് അവിടെ LDFന് ലഭിച്ചിട്ടുമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൊത്തത്തിലൊരു 1ാം സ്ഥാനത്തേക്കൊക്കെ വരണമെങ്കിൽ ഈ പഞ്ചായത്തുകൾ അത്രമേൽ മികച്ച ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും സംഭവിച്ചിട്ടുള്ളതില്ലാത്ത ഒരു മികച്ച ലീഡിലേക്ക് വരേണ്ടതുണ്ട്. സ്വാഭാവികമല്ലേ? അത് കഴിയുമോ? താങ്കൾ കണ്ണാടിയിലായിരുന്നു ഇത്തവണ പ്രവർത്തിച്ചതെന്ന് പറയുകയും ചെയ്തല്ലോ. അവിടെ പടക്കളത്തിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അല്ല, അത് ശരത്, ഞാൻ അതാണ് പറഞ്ഞത്. ഈ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവിടെ ഒരു പ്രത്യേകതയുള്ളത് മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗും ശക്തമായി തന്നെ പാലക്കാട് നഗരത്തിനടുത്ത് പ്രവർത്തിക്കുന്ന മേപ്പറമ്പ് അതുപോലെയുള്ള പ്രദേശം കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് ജില്ലയിൽ തന്നെ നന്നായി ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പഞ്ചായത്തിനകത്ത് കോൺഗ്രസ്സിന് നേരത്തെ കിട്ടിയിരുന്നൊരു ഭൂരിപക്ഷം, നേരത്തെ ശ്രീധരനെ മറികടക്കാനുള്ള പാലക്കാട് നഗരത്തിൽ ശ്രീധരൻ ഉണ്ടാക്കിയ ഒരു വലിയ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കോൺഗ്രസ്സിനെ സഹായിച്ചത് ഈ പിരായിരി ഒറ്റ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം ഇത്തവണ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതാണ് ഈ പറഞ്ഞ, ഞാൻ എല്ലാ ചർച്ചകളും, ഞാൻ ഇപ്പം അതിൻ്റെ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇവിടെ പറഞ്ഞ ഈ സന്ദീപ് വാര്യരുടെ RSSൽ നിന്നുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്കകൾ, തിരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ രൂപപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക സാഹചര്യം, ഇതെല്ലാം UDFന് ഭൂരിപക്ഷം ഈ പിരായിരി പഞ്ചായത്തിനകത്ത് വലിയ രൂപത്തിൽ കുറയുന്നതിനാണ് ഇടയാവുക. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾക്കകത്ത് ഇന്ന് വരെ തിരഞ്ഞെടുപ്പ് സംഘടനാ ചരിത്രത്തിലുണ്ടായ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു കാര്യം ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് അതിന് പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ സന്ദീപ് വാര്യരുടെ അമ്മ ഈ ഭൂമി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ പറയുന്ന അദ്ദേഹത്തിന് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാമായിരുന്നു. അത് അദ്ദേഹം മാറ്റിവെച്ചില്ല. അപ്പൊ അദ്ദേഹം RSSന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് അവിടെ നടത്തിയത്. മാത്രമല്ല ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന മലയാള മനോരമയും മറ്റുമൊക്കെ ഒരു കഥ എഴുതിയത് കോൺഗ്രസിലേക്ക് അദ്ദേഹം വരാനിടയായ സാഹചര്യം പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യരുടെ അമ്മ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു, പ്രവർത്തകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ RSSന് ഭൂമി കൊടുക്കും എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പാലക്കാട്ടെ ജനം മറുപടി ബാലറ്റിലൂടെ നൽകിയിട്ടുണ്ട്. അത് നാളെ നമുക്കൊരു 11 മണിയോട് തിരിച്ചറിയാം. പ്രിൻറ്റു ഈ പറഞ്ഞ പോലെ ഈ 3 പഞ്ചായത്തിലെ LDF UDF സ്വാധീനം തന്നെ നിങ്ങളുടെ വിജയത്തെ തടയുന്ന കൃത്യമായ ഘടകങ്ങളാണ് പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച്. പിരായിരി, കണ്ണാടി, മാത്തൂർ LDF പിടിക്കാൻ UDF വോട്ട് ബാങ്കിനകത്തുള്ള പിള്ളേരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് 3 പഞ്ചായത്തുകളിൽ നിന്നായി 16,500 വോട്ടുകൾ ഞങ്ങൾ നേടും. ഒരു സംശയവും വേണ്ട.
38,000 മുതൽ 40,000 വോട്ട് വരെ ഞങ്ങൾ നഗരസഭയിൽ നേടും. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാനാവുന്ന കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കിട്ടിയ ശാസ്ത്രീയമായ 180 ബൂത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള സക്സസ് ഞങ്ങൾ പറയുന്നത്. നാളെ നമുക്ക് കാണാലോ ഈ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കണക്കിനകത്ത് അണുവീട് വ്യത്യാസം ഉണ്ടാകും. അതായത് 38,000 നഗരസഭയിലും, ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയോടെ, 38,000 നഗരസഭയിലും 16,000 മറ്റു 3 പഞ്ചായത്തിലും 40,000 വരെ നഗരസഭയിൽ 16,500 വോട്ടിൽ കുറയാതെ. വല്ലാതെ കൂടിപ്പോയില്ലേ പ്രിന്റു? അതെ, ശരി. അനൂപ്, പിരായിരി പഴയ പോലെ നിങ്ങളെ പിന്തുണയ്ക്കില്ല, നിങ്ങളുടെ ലീഡ് കുറയും. അല്ല, അത് ഒരു വിശ്വാസമാണ്. എനിക്ക് തോന്നുന്നത് സരിൻ്റെ ശുഭാപ്തി വിശ്വാസം പകർന്നു കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിരിയാരി ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇത് ഒരു പത്രപരസ്യം കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി ചിന്തിക്കുന്ന ആളുകളാണോ? നമ്മൾ അങ്ങനെ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വീണ്ടും ഈ സന്ദീപിലേക്ക് ചർച്ച പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സന്ദീപ് ഇല്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നതാണ്. അത് മാത്രമല്ല, ഈ വിഷയം ഭൂമിയെ കുറിച്ച് അതുകൊണ്ടാണ് തോൽക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട. ശരി, അല്ല, സന്ദീപിനെ ഞങ്ങൾ എടുത്തില്ലായിരുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ സന്ദീപിനെ സ്വീകരിക്കേണ്ടിയിരുന്ന ആളുകളാണല്ലോ. ഇത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് ഈ ആത്യന്തികമായ പ്രശ്നം. നമോ വിചാർ മഞ്ചുണ്ടാക്കിയ വാസുമാസ്റ്റർക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. BJP-യിൽ നിന്ന് നേരെ പോയി നമോ വിചാർ മഞ്ച് നരേന്ദ്രമോദിയുടെ പേരിൽ സംഘടന ഉണ്ടാക്കി പിന്നെ CPM-ലേക്ക് വന്ന ആളാ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. ഒരു പരസ്യത്തിന്റെ പേരിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളുകളല്ല പാലക്കാട്ടേത് ഉൾപ്പെടെയുള്ള മുസ്ലിം ജനസാമാന്യം. അവർക്ക് BJP-യെ പ്രതിരോധിക്കുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. UDF അവിടെ തന്നെ നിൽക്കുകയാണ്, UDF തുടങ്ങിയിടത്ത് നിൽക്കുകയാണ്. ആ നിൽപ്പിൽ നല്ല വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് പരസ്യമായി പറയുന്നത്. പക്ഷേ നേതാക്കൾക്കിടയിൽ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചൊക്കെ വലിയ കുറവ് നമ്മളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നുമുണ്ട്. എന്തുമാവട്ടെ, നാളെ അറിയാമല്ലോ കാര്യങ്ങൾ. നിതിൻ, ഇത് മാത്രം BJP പറയുന്നത് നഗരസഭയിൽ 38,000 വരെ 38 to 40 അവർക്ക് കിട്ടും, മറ്റു 3 പഞ്ചായത്തും കൊണ്ട് 16 എന്ന് പറഞ്ഞാൽ നേരത്തെ നിതിൻ പറഞ്ഞ കണക്കുകൾ നേരെ വലിയ തോതിൽ അതിനും അപ്പുറത്തേക്ക് BJP എത്തുന്ന നിലയിലുള്ളൊരു അസസ്മെൻറ്റിൽ അവർ നിൽക്കുകയാണ് ഈ രാത്രിയിൽ. പിരായിരിയിൽ ആശങ്ക UDF-ന് ഇല്ലതാനും. നമുക്ക് നിർത്താം വേഗത്തിൽ. നോക്കൂ, ആകെ 70,000 വോട്ടാണ് പാലക്കാട് നഗരസഭയ്ക്കകത്ത് പോൾ ചെയ്തിട്ടുള്ളത്. ആ 70,000-ത്തോളം വരുന്ന വോട്ടിൽ 40,000 വോട്ടൊക്കെ BJP-ക്ക് കിട്ടും എന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ ഞാനിപ്പോൾ അദ്ദേഹത്തോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. പാലക്കാട് നഗരത്തിൽ BJP-ക്ക് ഒരു എഡ്ജ് ഉണ്ടാവുമായിരിക്കും. ഒരു 2,000-ൻ്റെയോ 3,000-ൻ്റെയോ ഒക്കെ ഒരു മേൽക്കൈ ഒരു പക്ഷേ വന്നേക്കാം. അതല്ലാതെ ഇതുവരെയുള്ളത് നോക്കിയാൽ, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല, അതുപോലും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 40,000 വോട്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത, ആകെ 70,000 വോട്ട് പോൾ ചെയ്തിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് 40,000 അങ്ങനെ ഒരു പാർട്ടിക്ക് മാത്രമായി കിട്ടുമെന്ന് പറഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ. ഈ ശ്രീധരൻ തോൽക്കാനുള്ള കാരണം എന്താ? BJP-യിൽ മത്സരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഏത് പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിലും അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിയേനെ. അപ്പോൾ BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത്തരമൊരു മതനിരപേക്ഷമായ പാറ്റേൺ പാലക്കാട് എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. ഇപ്രാവശ്യം അത് കോൺഗ്രസിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ കാണാൻ പോകുന്നത്. ഏതായാലും ഈ കണക്കുകൂട്ടലുകളുടെയൊക്കെ ആയുസ് ഈ രാത്രി കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നാളെ ഏതായാലും യഥാർത്ഥ ജനവിധി എന്താണ് എന്നറിയാൻ പോകുന്നു. പക്ഷേ രാഷ്ട്രീയ കേരളം ഇത്തരം കണക്കുകൂട്ടലുകൾ, സാധ്യതകൾ, അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഓരോ മേഖല തിരിച്ചൊക്കെ എങ്ങനെ പ്രതീക്ഷകൾ, ഏതൊക്കെ തരത്തിൽ മുന്നണികൾ കണക്കുകൂട്ടുന്നു എന്നറിയാനുള്ള ആളുകളുടെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം അതേ മുൻനിർത്തിയാണ് 3 മുന്നണികളും അവരുടെ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.